ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കണ്ടോ, എൻ്റെ കയ്യിലിരുന്ന് ഇത്ര സോഫ്റ്റായിട്ട് ആടുന്നത് എന്താണെന്നറിയോ? ഇത് നമ്മുടെ വാട്ടർ മെലോൺ ജെല്ലി കേട്ടോ. ഇത് പൊട്ടക്കണ്ണൻ മാവിലെറിഞ്ഞെന്നൊക്കെ പറയാം. അങ്ങനെ ഒരു സംഭവമാണിത്. ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ സക്സസ് ആയി എന്ന് പറയാം. ഞാനൊരു സാധനം വാങ്ങിച്ചു, പക്ഷെ അത് മാറിപ്പോയി. അപ്പോൾ ഈ മാറിപ്പോയ സംഭവം വെച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. അതെന്തോ ചെയ്യും, കളയാൻ പറ്റത്തില്ലല്ലോ, അത് പൊട്ടിച്ചും പോയി പാക്കറ്റിൽ നിന്ന്. അപ്പം അത് വെച്ച് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത്, എന്തോ സംഭവമെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ജലാറ്റിൻ എന്ന് പറയും. ആ ജലാറ്റിൻ വെച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല. ഞാൻ അങ്ങനെ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ ഉണ്ടാക്കിയിട്ട് സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റും ഒക്കെ ആയിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമേ. അപ്പം നമ്മളൊരു വാട്ടർ മെലോൺ എടുത്ത് അത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ റൗണ്ട് ഷേപ്പിൽ തന്നെ അതിനകത്ത് നിന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതിൻ്റെ തോടൊന്നും പൊട്ടാതെ അതിനകത്തിരിക്കുന്ന ഈ വാട്ടർ മെലോണെ നമ്മൾ ചന്നം ചിഹ്നം കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് അതിൻ്റെ തോട് മാത്രം ബാക്കിയാക്കണം. അങ്ങനെ നമ്മുടെ അതിനകത്തിരിക്കുന്ന ദശ ഫുള്ളും എടുത്ത് എന്നിട്ട് ഇനി അത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി, അതിൻ്റെ അരിയൊന്നും മാറ്റണമെന്നില്ല, ഒന്ന് അരിച്ചാൽ മതി കേട്ടോ, ജ്യൂസ് അടിച്ചിട്ടെ. എന്നിട്ട് ഇതാണ് ജലാറ്റിൻ. ഈ സംഭവം എന്ന് വെച്ചാൽ അത് നമ്മൾ 1 സ്പൂൺ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കണം. അപ്പം ഞാൻ 2 സ്പൂണാണ് എടുത്തത്. അപ്പോൾ 2 സ്പൂൺ എടുത്തപ്പോൾ ഞാൻ അതിന് ഇരട്ടി വെള്ളം ഒഴിച്ച് കുറച്ച് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, അതൊന്ന് കുതിർന്ന് വരണം. അപ്പോൾ അതിന് വേണ്ടി ഒരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കണം. തണുത്ത വെള്ളത്തിലാണ് അത് മിക്സ് ചെയ്ത് വെക്കേണ്ടത്. അതേന്ന് കണ്ടോ, ഞാൻ അങ്ങനെ അതിന് ഇരട്ടി വെള്ളമാണ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചേക്കണം. സത്യത്തിൽ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്. ഞാൻ പോയി വാങ്ങാൻ ഉദ്ദേശിച്ച ജലാറ്റിൻ്റെ സ്ട്രോബെറിയുടെ മറ്റേ റെഡ് കളറുണ്ടല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എടുത്തു വന്നപ്പോൾ ഇതായിപ്പോയി. പാക്കറ്റ് പൊട്ടിച്ചും പോയി, പിന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ഇതങ്ങ് ഉപയോഗിച്ച് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ പരീക്ഷിച്ച് നോക്കിയതാണ് ഇത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടർ മെലോൺ ഒരു ജ്യൂസറിലോട്ട് ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് തോനെയും പഞ്ചസാര ഇട്ടു. മധുരം എല്ലാവർക്കും ഇഷ്ടമല്ലേ. അങ്ങനെ പഞ്ചസാര ഇട്ട് അവിടെ വെച്ചേക്കാം. ഇനി നമുക്ക് പാല് ചൂടാക്കാം. പാലെന്ന് വെച്ച് ഞാൻ 2 കപ്പ് പാലെടുത്ത് അതിനകത്ത് പിന്നെ കസ്റ്റാർഡ് പൗഡർ, അത് കുറച്ച് നമ്മുടെ ആവശ്യത്തിന് മതി. കസ്റ്റാർഡ് പൗഡറും ഇട്ട് കുറച്ച് വാനില എസൻസും ഇട്ട്, അതിൽ ഞാൻ പഞ്ചസാര ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാലൊന്ന് തിളപ്പിച്ചെടുത്ത്. അപ്പോഴത്തേക്ക് നമ്മുടെ ജലാറ്റിനൊക്കെ സെറ്റായിട്ടുണ്ട് കണ്ടോ. ഇത് ഇപ്പം നമ്മൾ അതിനകത്ത് തൊട്ട് നോക്കുമ്പോൾ ചെറിയ ജെല്ലി, നമ്മൾ കടയിൽ നിന്ന് ജെല്ലി മിഠായി വാങ്ങിക്കുമല്ലോ, സെയിം ആ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ ആയിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ കുരുക്കൾ പോലെ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പാലൊക്കെ അപ്പോഴത്തേക്ക് തിളച്ച് വന്നു. അപ്പോൾ നമ്മുടെ പാലും ഈ വാട്ടർ മെലോണും എല്ലാം കൂടെ ഈ മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. നല്ല തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ നമ്മൾ എല്ലാം അരച്ചൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു ബൗളിലോട്ട് ആ ജ്യൂസ് ഒഴിക്കണം. അത് ഞാൻ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഞാൻ മാറ്റിയിട്ട് ആ ഒരു ബൗളിലുള്ളത് മാത്രമേ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ജലാറ്റിൻ അതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല ഭംഗിയായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സൊക്കെ ചെയ്ത് എന്നിട്ട് ഈ ഒരു മിക്സ് നമ്മൾ നേരത്തെ ശരിയാക്കി വെച്ചിരിക്കുന്ന വാട്ടർ മെലോണിൻ്റെ തോടുണ്ടല്ലോ അതിലോട്ട് ഒഴിക്കണം. ഒഴിച്ചിട്ട് ഇനി ഇത് ഫ്രീസറിലോട്ട് വെക്കണം. ഒരു 2-3 മണിക്കൂർ വയ്ക്കാം. അപ്പോഴത്തേക്ക് ഇത് സെറ്റാവും. അങ്ങനെ ജലാറ്റിനൊന്നും മിക്സ് ചെയ്യാത്ത കുറച്ച് ജ്യൂസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിലോട്ട് കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് നോമ്പ് തുറക്കുമ്പം ഇന്നത്തെ സ്പെഷ്യലായിട്ട് എടുക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കുക. മറ്റേ ജലാറ്റിൻ ഇനിയിപ്പം സെറ്റാകുമ്പോഴത്തേക്ക് രാത്രിയാവുമായിരിക്കും, 2-3 മണിക്കൂർ എടുക്കും. അപ്പം ഇത് വെച്ച് നോമ്പ് തുറക്കാം. അങ്ങനെ നമ്മുടെ ഫ്രീസറിൽ വെച്ചിരുന്ന സാധനമൊക്കെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളത് എടുത്തിട്ട് കട്ട് ചെയ്ത് നോക്കാം.
അപ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാർ ക്യൂ നിൽക്കുക, എനിക്ക് വേണം. അത് ഫ്രിഡ്ജിൽ വെച്ച ആ സമയം മുതൽ ഫ്രിഡ്ജ് തുറന്ന് നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ അവന്മാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കട്ട് ചെയ്ത് അവന്മാർക്ക് കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട്. ഇത് കഴിക്കാൻ ചവച്ച് തിന്നാൻ വേണ്ടിയില്ല കേട്ടോ, നമ്മൾ വായിൽ വെച്ച് അപ്പോഴേ അലിഞ്ഞു. അത്ര രുചിയും ടേസ്റ്റും ഒക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. പിള്ളേർക്കും ഒക്കെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പം നിങ്ങളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ അവന്മാരുടെ സന്തോഷം, അവന്മാർ ഹാപ്പിയായി കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി മറ്റൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിലൂടെ കാണാം.